ഏറ്റവും നിന്ദ്യനായി, നികൃഷ്ടനായി, കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും കേരളക്കര കണ്ണീരണിഞ്ഞു. 13 വയസ്സുള്ള പെൺകുട്ടിയെ 10-20 ആളുകൾ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നു. ഒറ്റിക്കൊടുത്തതും കൂട്ടിക്കൊടുത്തതും സ്വന്തം മാതാവ്. മാതാവിന്റെ കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്ത പെൺകുട്ടിയെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരുമ്മ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊടുക്കുമ്പം കോഴിക്കോടിന്റെ തെരുവോരങ്ങളിൽ, ഹൈവേയിൽ തന്റെ 3 മക്കളോടൊപ്പം റോഡ് മുറിച്ചു കടക്കുന്ന ഒരു പട്ടി, അതിലൊന്നിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഒരു ബൈക്കുകാരന്റെ ടയർ കയറിയിറങ്ങിയപ്പോ ആ നടുറോഡിൽ കണ്ണുനീരോടെ വാവിട്ട് കരയുന്ന പൈതലിന്റെ അരികിൽ ചെന്ന് നക്കിയും തുടച്ചും അതിന്റെ അവസാനത്തെ നിമിഷം വരെ ആ പട്ടിക്കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിരുന്ന ഒരു പട്ടിയേക്കാൾ അധപ്പതിച്ചു പോകുന്ന ജീവിത സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇന്ന് കുടുംബത്തെ പോറ്റാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുടെ നിഴലായി കുടുംബത്തിന്റെ ഭാരമേറ്റെടുക്കുന്ന സഹോദരിമാരുണ്ടാകുമ്പോ കാമുകന്മാർക്ക് വേണ്ടി, അതല്ലെങ്കിൽ നൈമിഷികമായ സ്വപ്നങ്ങൾക്ക് വേണ്ടി, കൂടെ പഠിച്ചവന്റെ കണ്ടിന്യൂസ് ആയ തുടർ പ്രണയത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാഴ്ചകളും ഈ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായമേ ഇത്രത്തോളം പുരോഗമനവാദികളും പ്രബുദ്ധരാക്കപ്പെട്ടിട്ടും ഒരു ലോകം ആദരിക്കുന്ന വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അധപ്പതിച്ചു പോകാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞ ഒരേ ഒരു വാക്യം, ജീവിതം ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാനുള്ളതാണ് എന്ന മൂഢചിന്ത ഇന്നത്തെ മക്കളുടെയും തലമുറകളുടെയും കുടുംബത്തിന്റെയും ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടു.